സുഗുണനൊരു ഫുൾ ചായ എടുക്കട്ടെ? ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവഹിന്ദുഭൂതം എന്താ ഇത്? നീല നിറം. നീലോ മിണ്ടരുത്. അപ്പൊ കണി വെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം എല്ലാത്തിനെയും. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കാ നീല നിറത്തില്? കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5നെ പിള്ളേച്ചന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ പോരെ? ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനും എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചൊണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശൻ പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കേറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല പിള്ളേച്ച. ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച? ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. വീണു. മാധവ, ഒന്ന് നിന്നേ. നിന്റെ കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഓമനടുത്ത്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറഞ്ഞല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ? ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ഓമനടുത്ത്. പാദസരമുണ്ടോ മാധവേട്ടാ? ഒരു കിരീടമുണ്ട്, വേണ? യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. ഓടവിടുന്ന് പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനത് നോക്കട്ടെ. കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷൻ ഉള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത്. നല്ല പ്രോത്സാഹനമല്ലേ? എന്താ എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടാ. ആണോ? നല്ല വാച്ചിങ്ങോട് ഊരി. ഒരു തമാശ പറഞ്ഞപ്പോ വാച്ചൂരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസിഡന്റ് വരും. മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാന്നാ? എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? ചങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളുടെ കല്യാണമല്ലേ? അത് നാളെയല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാലേ ഈ കാലം കൂടെ നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ? ഇടറന്നേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയ പപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശ മാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കൊരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പേട്ടനെ പോലെ കട്ടപ്പെടേണ്ടി വരൂല മോനെ. സർക്കസിൽ പോകാം. ദേവഹിന്ദുഭൂതം വർഷമംഗളഗോളം. ഓമനടുത്തേ ഇനി കിണ്ടിയില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. ഇത് എവിടുത്തേടാ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ച് വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ? കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വീശിക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ.
ഓമനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. എടാ മാധവ നിക്ക്, ചായ കുടിച്ചിട്ട് പോവാടാ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ എന്റെ ഉരുളി. നിനക്കത് വേണടേ. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടേ. എന്താ മോളെ, ആരാത്? അടിയനാണേ. വിളിക്കൊരു ബലം പോരല്ലോ. അത്താഴ പ്രശ്നക്കാരെങ്ങനെ കേൾക്കും? വലിയ ബലം കൊടുക്കാണ്ട് തന്നെയാ. പഴയ ആചാരം തെറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിളി മുടക്കില്ലാന്നേ ഉള്ളൂ. കേക്കണവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി. കാഴ്ചക്ക് വലിയ വീടും പത്തായൊക്കെ ഉണ്ട് ഇനി. എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കൊന്നും വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ കക്കാൻ കയറാൻ പോണില്ല. ഓടാ, നിന്നെ ഇവിടെ ആർക്കാ പേടി? നോക്കിയും കണ്ടൊക്കെ നടന്നോ? നിന്നെ പൊക്കാൻ തക്കം നോക്കി നടക്കുന്നുണ്ട് ചിലരൊക്കെ. മാലതി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. കൈതക്കൽ നല്ലേ? ആ ഏടത്തേമ്മയുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. ഇവൾക്കും ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആലോചിക്കുമ്പോ ഉള്ളിലൊരു കാളിച്ച. ഡൗറിയും ചെലവും നിങ്ങളുടെ പോലൊന്നും അല്ല, ഒരുപാട് ചടങ്ങുകളാണേ. ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നോക്കണം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അത് സാരില്ല, പകലുണ്ടാവൂലോ. പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല, അമ്മായിപ്പന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും. സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അയാളും പോലീസിലാ? ഇടയ്ക്കൊക്കെ പോലീസിലാവും. മനസ്സിലായില്ല. കള്ളനാ, പേര് മാധവൻ. ഞാനാ. എനിക്ക് ഡൗറി ഒന്നും വേണ്ട, വല്ല ഡവറയും ഉണ്ടെങ്കിൽ കിണ്ടിയും. എന്താണ് പ്രഭയുടെ അഭിപ്രായം? എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി, ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് 4ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? എന്താ ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തേൽ ഈ മകുടം. മരണം വരാതെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? പെടലിന്റെ അച്ഛൻ. ഓക്കെ എന്നാ വിട്ട. 6000 ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞാ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ള. ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടി തോന്നണേ. പോടാ. അല്ല, ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ. ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടം ഇറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. ഇങ്ങോട്ട് പോടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ. ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അത് എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ
ചെന്നപ്പോ പറഞ്ഞ് പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞ് കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളേച്ചന് ഇതെന്ത് പറ്റി? തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? കൂട്ടുകാരനോ? കൊല്ലി ഞാൻ. തീർത്ത് കൊടുക്കണം. ഭാസ്കരൻ മുമ്പേ മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണേവാ. എന്താ എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വരുന്ന വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. ആ, അതാണ്. പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ശീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്. വെട്ട് പിള്ളേച്ചാ. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ട് എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്. ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്കാ. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. ചേട്ടന്റെ അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥപിള്ള. വലിയ വെടി, ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ? വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും. വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള. വലിയ വെടി 4, ചെറിയ വെടി 4. ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മാക്കില്ല കേട്ടോ. വരസേരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയം ഉണ്ടോ വരർക്ക്? അല്ല വാരസ്യാരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. അതിനെയായിരുന്നു. എന്താ പുരുഷേട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. കഷ്ടം. ആരോടും പറയല്ലേ, അംബോയിസേരാട്ടാ. എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇപ്പൊ വീടുണ്ടാക്കാനുള്ള സ്ഥലവും എന്റെ അമ്മ തന്നില്ലേ? എന്താ സിന്ധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെന്താ, ആരുടെയും ചക്കാത്തൊന്നും അല്ലല്ലോ. വിശ്വേട്ടന് അവകാശപ്പെട്ട ഷെയർ അല്ലേ ചോദിച്ചത്? അവകാശപ്പെട്ടൊക്കെ എല്ലാവർക്കും തരും. മാലതിയുടെ കല്യാണം കഴിയാതെ ഈ വീടും പറമ്പും വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും ഒരു മാലതിയുടെ കല്യാണം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ എന്തെങ്കിലും മുട്ടുനായം പറഞ്ഞ് തട്ടിക്കളയുകയും ചെയ്യും. അപ്പൊ പിന്നെ സ്വത്ത് വായിക്കണ്ടല്ലോ. ഏടത്തി ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, ഇതിപ്പോ ഭാഗം വെക്കാൻ പറ്റില്ല. മാധവ, അവിടെ നിൽക്ക്. എല്ലാം സ്വയം അങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഭാഗം നടക്കും. നാളെ രാവിലെ ഭൂമി അളക്കാൻ ആള് വരും. ഓഹോ,
അപ്പൊ അല്ലേ ഏർപ്പാടാക്കിട്ടാ വന്നിരിക്കണല്ലേ? അതെ. വിശ്വ, അമ്മ ഇതിലൊന്നും പറയണ്ട. എന്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വില ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഒന്നിനുമില്ല എന്ന് വെച്ച് ഞാനായിട്ട് ഒതുങ്ങി മാറി നിന്നപ്പോ നീ അങ്ങോട്ട് വലിയ ആളായി. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരയോ അടക്കേരോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാനിതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാൽ മതി. അമ്മയും മാലതി ഞാൻ നോക്കിക്കോളാം. നീ കക്കേ കൊള്ളയടിക്കേ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ശരിയാ, മാധവൻ കള്ളനായന്റെ പേരില് വേറെ ആരും ദുരിതാനുഭവിക്കണ്ട. ഇനി എല്ലാ ഏട്ടൻ തന്നെ നോക്കി നടത്തിക്കോ. എനിക്ക് സ്വത്തും ഭാഗം ഒന്നും വേണ്ട. മാധവ മതി, അകത്ത് കയറിപ്പോ. അതല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ അടുത്തേക്കൊന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെയും അടക്കയുടെയും കണക്കൊക്കെ ഏട്ടൻ വന്നിട്ടില്ല. ശരിയാ, ഇവിടെ 3 ആത്മാക്കൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ഏട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഓണത്തിനും സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഓരോ മുണ്ടും മെഷീനും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടൻ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? മാധവൻ കള്ളനാ എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടൻ അറിയില്ല. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുങ്കത്തറയിലെ മേമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ. മാധവൻ പഠിപ്പ് നിർത്തി കക്കാനിറങ്ങിയത് പഠിത്തത്തിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് മുടങ്ങാണ്ടിരിക്കാനാ. കഴിഞ്ഞ 15 വർഷമായി മാസം തോറ പിള്ളേച്ചൻ എണ്ണി കൊടുക്കുന്ന തുക എത്രയെന്നറിയോ? ഏട്ടന്റെ 1 മാസത്തെ ശമ്പളത്തേക്കാൾ കൂടുതലാ. പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായി കൊടുത്തില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങണമെന്നും കാണിച്ച് കോടതിയിൽ നിന്ന് നോട്ടീസാ. ഏട്ടന് ഭാഗം വെച്ച് തരാൻ തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി എന്ത് കടുങ്ങി ചെയ്യേണ്ടി വന്നാലും. എന്ത് കടുങ്ങയ്യാ നീ ചെയ്യാൻ പോണത്? പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനത് പ്രേമിക്കും. പ്രേമിച്ചു ഞാൻ അവളെ കൊണ്ട് പറയിക്കും, മാധവേട്ടനെ കെട്ടണം, മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ, സ്റ്റേഷനിലേക്ക് കണ്ട് കസേര വേണല്ലോ. സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദ്രേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത് ട്ടോ. പുതിയ SI ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പയ്യനാ. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ലാത്തിയും കയ്യും ഒരേ ചോറില. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ 2 ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിരിക്കുക സാറേ. കാല് നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്യുതൻ നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവൻ പിരിച്ച നമ്പൂരി. ഓ, സാറാ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പോയി പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? വടിച്ചിട്ട് വാടാ.
வணக்கங்க நாங்க ஒரு பெரிய தீர்த்தாடனை செஞ்சிட்டு இருக்கேன் இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் പോയി ദർശനം பண்ணிக்கிட்டு വரோம் എന്നാ തൊഴുതിട്ട് വരിക വിളിച്ചാ വിളിയേക്കണ സാമ്യ നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും ചരച്ചുവോ മീശ മാധവ ആ മോന്തായ ഒന്ന് കാണട്ടെ നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും ഒന്ന് കാണട്ടെ എന്ന് ഈ കുട്ടി ചിരിക്കും ഒന്ന് കാണട്ടെ ആ പഠിച്ചില്ലേ അവൻ മടിച്ചില്ല ഹേയ്, മീശ മാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ അവൻ വടിച്ചില്ല അവൻ അവിടെ കറങ്ങി നടക്കാൻ എന്തോ മാധവനെ സാർ വിളിക്കുന്നു പറ അവൻ എന്തൊരൊച്ച മഹാ അഹങ്കാരി ഹേയ്, അല്ല മാധവൻ സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ തീലി വലിച്ചു മൂക്കി കയറ്റല്ലടോ. നമസ്കാരം സാർ. എന്താടാ മീശ വടിക്കാത്ത വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാര്. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ വടിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ വടിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ വടിച്ചാനേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചൻ അത് കാര്യമായിട്ട് എടുത്തിരിക്കുക. ഒരുപാടങ്ങ് ഓലത്തല്ലേ. മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമാ എന്തോ പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്തേക്ക് അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ആ പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പിന്നെയും കെളുത്ത് വരും. അത് വിട്ടുകള സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. ആ കള വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്.